ഹലോ സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDC ഫൈനൽ റിവിഷൻ 8ാം ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭരണവും ഭരണ സംവിധാനവും പഠിച്ച് സെക്രട്ടറിയെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു ഭാഗമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം കേട്ടോ ഇതിൽ നിന്ന്. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റിവിഷൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ടോപ്പിക്കിൻ്റെ റിവിഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ LDC ബാച്ചിലെ ഓൺലൈൻ LDC ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പർ എടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു മാസത്തേക്ക് 20 രൂപയാണ് കേട്ടോ. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി അതിൽ പരീക്ഷ ടോപ്പിക് എക്സാം നടത്തുന്നുണ്ട്. സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക് എക്സാം നടത്തുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾ നടത്തുന്ന അതേ പരീക്ഷയാണ് നിങ്ങൾക്ക് നടത്തുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൽ ഡെയിലി വർക്കൗട്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഡെയിലി വർക്കൗട്ടുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ആ നമ്പറിലേക്ക് 20 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയ ഭരണ സംവിധാനവും നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ളൊക്കെ എളുപ്പമുള്ള കാര്യമാണ് പിള്ളേരെ, വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല എടാ, മനസ്സിലാക്കി എളുപ്പമുള്ള കാര്യങ്ങളാണ്. എടാ, ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ്? ജില്ലാ കളക്ടറാണ്. എടാ, ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ് പിള്ളേരെ? ജില്ലാ കളക്ടറാണ്. IAS കേഡറിലുള്ളവരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ജില്ലാ കളക്ടറായിട്ട് നിയമിക്കുന്നത്. മനസ്സിലായില്ലേ? IAS കേഡറുള്ളവരുടെ IAS ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ജില്ലാ കളക്ടറായിട്ട് നിയമിക്കുന്നത്. ഓക്കെ. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരെയാണ്? ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ജില്ലാ കളക്ടറെയാണ്. ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന ആരെയാണ് പിള്ളേരെ? ജില്ലാ കളക്ടറെയാണ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ 3 പോയിന്റ് പഠിച്ചു. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ്? ജില്ലാ കളക്ടർ. ആരാണ് നിയമിക്കുന്നത് ജില്ലാ കളക്ടറായിട്ട്? IAS കേഡറിലുള്ളവരെയാണ് നിയമിക്കുന്നത്. ഓക്കെ. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരെയാണ്? ജില്ലാ കളക്ടറാണ് കേട്ടോ. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടറായി നിയമിക്കപ്പെട്ടാരെന്ന് അറിയാമോ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കളക്ടർമാരൊക്കെ ബ്രിട്ടീഷുകാരായിരിക്കും. ഡെപ്യൂട്ടി കളക്ടറായിട്ട് നിയമിക്കപ്പെട്ടാരെന്ന് അറിയാമോ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യം ഡെപ്യൂട്ടി കളക്ടറായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ചൂ തന്നെ. ഓർമ്മയില്ലേ? പിന്നെ ചൂ മാത്രം എങ്ങനെ ഓർമ്മ വന്നത്? ചൂ വെച്ചിട്ടുള്ള പേരാണ്. പിന്നെ ഒരു കോമഡി കഥാപാത്രത്തിൻ്റെ പേരുമുണ്ട്. ചൂരായി കണാരൻ. ആരാണ്? ചൂരായി കണാരൻ. ഹരീഷ് കണാരൻ. ചൂരായി കണാരൻ കേട്ടോ. ചൂരായി കണാരൻ കേട്ടോ. ചൂരായി കണാരൻ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടർ നിയമിക്കപ്പെട്ട ആരാണ് പിള്ളേരെ? ചൂരായി കണാരൻ ദക്ഷിണ മലബാറിൻ്റെ കളക്ടറായിട്ടാണ് നിയമിക്കപ്പെട്ടത് കേട്ടോ. എവിടുത്തെ കളക്ടറിൻ്റെ? ദക്ഷിണ മലബാറിലെ കളക്ടറായിട്ടാണ് ചൂരായി കണാരൻ എന്ത് ചെയ്ത് നിയമിക്കപ്പെട്ടത്. വർഷം 1859. ഏത് വർഷമാണ്? 1859. ഓക്കെ. അപ്പോൾ ആളുടെ പേരെന്ന് പറഞ്ഞേ? ചൂരായി കാണാതെ. ചൂര എന്ന മീനുണ്ട്, അറിയോ? ഈ ചൂര എല്ലായിടത്തും ചൂര തന്നെയാണ് പറയണത്. കേരാന്ന് പറയും. ടൂണ അത് തന്നെ. ചൂര നല്ല മീനാണ്. ഓക്കെ. വിശക്കണം. ശരി. അപ്പോൾ ദക്ഷിണ മലബാർ ഏത് വർഷം പിള്ളേരെ? 1859. ദക്ഷിണ മലബാറിലാണ് ആര് നിയമിക്കപ്പെട്ടത്? ചൂരായി കണാരൻ നിയമിക്കപ്പെട്ടത്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ് പിള്ളേരെ? ചീഫ് സെക്രട്ടറിയാണ്. ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിൽ ആദ്യ ചീഫ് സെക്രട്ടറി ആരാ? ഇന്നലെ പറഞ്ഞതേ ഇടുക്കി ഞാൻ. അയ്യർ സേതുരാമയ്യർ. NES രാഘവാചാരി. ആരാണ് പിള്ളേരെ? NES രാഘവാചാരി. ആരാണ്? NES രാഘവാചാരി. അപ്പം കേരളത്തിൽ ആദ്യ ചീഫ് സെക്രട്ടറിയുടെ പേരെന്താണ്? NES രാഘവാചാരി. NES രാഘവാചാരി. അടുത്ത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആണെന്ന് അറിയാവോ? അത് വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. പേര് പറഞ്ഞേ? പത്മ രാമചന്ദ്രൻ. പേരെന്താണ്? പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാ? ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത P. ഹരൻ. ആരാണ്? നിവേദിത P. ഹരൻ. ഓക്കെ. അപ്പോൾ നോക്കാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ആര്? ജില്ലാ കളക്ടർ. ഏത് കേഡർ എന്നാണ് നിയമിക്കുന്നത്? IAS കേഡർ. എന്നറിയപ്പെടുന്നു? ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഡെപ്യൂട്ടി കളക്ടർ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ചൂരായി കണാരൻ. ആരാണ്? ചൂരായി കണാരൻ. ഓക്കെ. എവിടെയാണ് നിയമിക്കപ്പെട്ടത്? ദക്ഷിണ മലബാറിൽ. ഏത് വർഷമാണ് നിയമിക്കപ്പെട്ടത്? 1859. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിൽ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവാചാരി. രാഘവൻ എന്നുണ്ട് കേട്ടോ. രാഘവൻ. അവിടെ പൂച്ചയുടെ പേരുണ്ട്. രാഘവനാചാരി. ഇവിടെ ഒരു കുട്ടിയുടെ പൂച്ചയുടെ പേരാണ് രാഘവൻ കേട്ടാ.
അതായത് ആ കുട്ടിയുടെ നിന്റെ വീഡിയോ കാണോ? കാണോ? അമ്മ കാണോ? കുട്ടിയാണെന്ന് പറയുന്നില്ല കേട്ടോ. ചില സാങ്കേതിക കാരണങ്ങൾ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കുന്നതല്ല. NES രാഘവൻ ആചാരി, അതുപോലെ NES രാഘവൻ ആചാരി. ഓക്കെ, ശരി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എന്നാൽ ചാടി നിന്നോണേ റിഫ്ലക്ഷൻ നോക്കാം. ആരാണ് ആദ്യം പറയണം നോക്കാം. ഞാൻ ശ്രദ്ധിച്ചിരിക്കാൻ പോണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു. ആദ്യം പറഞ്ഞത് വെളിയിൽ നിന്നാണ്, ഷംനയാണെന്ന് തോന്നുന്നത്. വി വേണു വെളിയിൽ നിന്നാണ്. അകത്തിരിക്കുന്നത് പുറത്തേക്ക് വെളിയിൽ നിന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണു. ഏതാണ്? വി വേണു. ഓക്കെ, അടുത്ത ചോദ്യം. ആര് റിഫ്രഷ് അടിക്കാൻ നോക്കാം. സംസ്ഥാനങ്ങളിൽ പോലീസ് ഫോഴ്സിന്റെ തലവന്റെ റാങ്ക് എന്താണ്? DGP. അതുലാണ് പറഞ്ഞിരിക്കുന്നത്. അതുൽ റിഫ്ലക്ഷൻ കിങ് അതുലാണ് പറഞ്ഞിരിക്കുന്നത്. DGP എന്നാ DGP വേണ്ട. അപ്പൊ സംസ്ഥാനങ്ങളിൽ പോലീസ് ഫോഴ്സിന്റെ തലവന്റെ പേരെന്താണ് പിള്ളേരെ? റാങ്ക് എന്താണ്? DGP. അടുത്തത് DGPയുടെ പൂർണ്ണരൂപം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേട്ടോ, ഇവനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യം അതിലേക്കും ജോബിലേക്കും എത്തിയിട്ട് പോലുമില്ല. ഇവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു. DGPയുടെ പൂർണ്ണരൂപം എന്താണ് പിള്ളേരെ? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. DGPയുടെ പൂർണ്ണരൂപം എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഓക്കെ, ആ കുട്ടിയെ കാണാൻ എനിക്ക് ഓർമ്മ ഉണ്ടെന്നറിയാമോ? എന്ത് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് അറിയാമോ? ഒരു കുഞ്ഞു കുട്ടിയുടെ ഇരിപ്പുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഒരു 10 വർഷം കഴിയുമ്പോൾ അറിയാം കേട്ടാ. DGP ഏതാണ്? DGPയുടെ പൂർണ്ണരൂപമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരളത്തിലെ പുതിയ പോലീസ് ചീഫ് ഷേഖ് ദർവേഷ് സാഹിബ്. ആരാണ് പിള്ളേരെ? ഷേഖ് ദർവേഷ് സാഹിബ്. കേരളത്തിലെ പുതിയ പോലീസ് ചീഫ് അല്ലെങ്കിൽ DGP അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാണ്ടാ? ഷേഖ് ദർവേഷ് സാഹിബ്. ഷേഖ് ദർവേഷ് സാഹിബ്. കേട്ടോ. ഓക്കെ, കേരളത്തിൽ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരാ? ശ്രീദേവിയ. ആർ ശ്രീലേഖ. കേരളത്തിൽ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് ആർ ശ്രീലേഖ. ആരാണ്? ആർ ശ്രീലേഖ. കേരളത്തിൽ ആദ്യത്തെ വനിതാ DGP ആരാ? അത് വനിതാ DGPമാരാണ് ആർ ശ്രീലേഖ. ആദ്യ വനിതാ DGP ആരാണ് പിള്ളേരെ? ആർ ശ്രീലേഖ. കേരളത്തിൽ ആദ്യത്തെ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ആരാണ്? ആർ നിശാന്തിനി. കേരളത്തിൽ ആദ്യത്തെ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ആരാണ്? ആർ നിശാന്തിനി. അപ്പൊ ആർ ശ്രീലേഖയുടെ 2 ചോദ്യങ്ങൾ പറഞ്ഞേ. ആദ്യ വനിതാ IPSഉം ആദ്യ വനിതാ DGP ആരാണ്? ആർ ശ്രീലേഖ. ആർ നിശാന്തിനിയുടെ ചോദ്യം എന്താ? വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ്. വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ആരാണ്? ആർ നിശാന്തിനി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾ സെറ്റാണല്ലോ. അപ്പൊ എനിക്ക് ചോദ്യം ചോദിക്കാമല്ലോ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പൊ അടുത്ത റിവിഷൻ ആണ്. ഒരു പോസിറ്റീവ് ഡോസിനെ ചോദിക്കട്ടെ. ജമീൻ ചോദിക്കാമല്ലോ ജമീൻ. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടർ. എവിടെന്നാ നിയമിക്കുന്നത്? IAS കാഡർ. ഓക്കെ, ഇദ്ദേഹത്തെ എന്തെല്ലാം അറിയപ്പെടുന്നു? ജില്ലാ മജിസ്ട്രേറ്റ്. ഓക്കെ, എടാ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടറായി ചൂരായ കണാരൻ. എവിടെയാണ്? ഏത് വർഷം? 1859. ഓക്കെ, അവിടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാരാ? ചീഫ് സെക്രട്ടറി. ഓക്കെ, കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാ? NES രാഘവൻ ആചാരി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാ? നിവേദിത പി ഹരൻ. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാ? പി വേണു. ഓക്കെ, വി വേണു ആണേ, പി അല്ല, വി ആണേ പിള്ളേരെ. ഓക്കെ, സംസ്ഥാനങ്ങളിലെ പോലീസ് ഫോഴ്സിൻ്റെ തലവൻ്റെ റാങ്ക് എന്ന് പറഞ്ഞേ. DGPയുടെ പൂർണ്ണരൂപം എന്താ? കേരളത്തിൻ്റെ പുതിയ DGP ഷംന പറഞ്ഞേ. ഷേഖ് ദർവേഷ് സാഹിബ്. കേരളത്തിൽ ആദ്യ വനിതാ IPS ഓഫീസർ ആരാ? ഓക്കെ, കേരളത്തിൽ ആദ്യ വനിതാ DGP ആരാ? ഓക്കെ, കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ആരാ? ആർ നിശാന്തിനി. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിള്ളേരെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ്. ഇത്രയേ ഉള്ളൂ. ഉദ്യോഗസ്ഥ വൃന്ദം രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്ന പേരാണെന്ന് ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, അപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്ത്? ഉദ്യോഗസ്ഥ വൃന്ദം. എന്താ ഉദ്യോഗസ്ഥ വൃന്ദം? പറയണം. രാജ്യത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേരാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? പൊതുഭരണ ശൃംഖലയെ എന്ന് വെച്ചാൽ അതൊരു ശൃംഖലയാണ്. പൊതുഭരണം എന്ന് വെച്ചാൽ ആ ശൃംഖലയെ ചലിപ്പിക്കുന്നത് ആരാ?
ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്ത് ചെയ്യുന്നത്, ചലിപ്പിക്കുന്നത്. ഓക്കെ, ഉദ്യോഗസ്ഥ ഭരണത്തെ ബ്യൂറോക്രസി എന്ന പദം ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ച വ്യക്തിയാണെന്ന് അറിയാവോ? ആരാണ്? വിൻസെന്റ് ഡി ഗൗർണി. ആരാണ് പിള്ളേരെ? വിൻസെന്റ് ഡി ഗൗർണി. അപ്പോൾ ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? വിൻസെന്റ് ഡി ഗൗർണി. പറ, വിൻസെന്റ് ഡി ഗൗർണി. വിൻസെന്റ് ഡി ഗൗർണി. ഓക്കെ, അടുത്ത ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. പിള്ളേരെ 5 സവിശേഷതകളുണ്ട്. ആർക്കുണ്ട്? ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ട്. ഒന്നാമത്തെ സവിശേഷതയാണ് ശ്രേണീപരമായ സംഘാടനം. എന്താണ് ശ്രേണീപരമായ സംഘാടനം? അപ്പോൾ ഒന്നാമത്തെ സവിശേഷത എന്താണ് പിള്ളേരെ? ശ്രേണീപരമായ സംഘാടനം. രണ്ടാമത്തത് സ്ഥിരത. എന്താണ് സ്ഥിരത? 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. എന്താണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം? അപ്പൊ പറ പിള്ളേരെ, പറ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷത ഒന്നാമത്തെ എന്താ? ശ്രേണീപരമായ സംഘാടനം. രണ്ടാമത്തത് സ്ഥിരത. മൂന്നാമത്തത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. നാലാമത്തത് അറിയോ? നാലാമത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. എന്താണ് രാഷ്ട്രീയ നിഷ്പക്ഷത? ഓക്കെ, അതായത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയും. അഞ്ചാമത്തത് വൈദഗ്ധ്യം. എന്താണ് വൈദഗ്ധ്യം? അതായത് പ്രൊഫഷണലിസം എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇത്രയും മനസ്സിലായ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷതകൾ? 1 ശ്രേണീപരമായ സംഘടനം. 2 സ്ഥിരത. 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. 4 രാഷ്ട്രീയ നിഷ്പക്ഷത. 5 വൈദഗ്ധ്യം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഇതൊക്കെയാണ് ആരുടെ പ്രത്യേകതകൾ? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. ഇനി ഇത് ഓരോന്നായിട്ട് അറിയണം. ശ്രേണീപരമായ സംഘടന എന്താണെന്ന് അറിയാവോ? അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. മനസ്സിലായി? അതാണ് എന്ത് ശ്രേണീപരമായ സംഘാടനം. ഓക്കെ, അപ്പൊ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും വരുന്നതാണ് ഏത്? ശ്രേണീപരമായ സംഘാടനം. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത സ്ഥിരത. സ്ഥിരത ഇംഗ്ലീഷ് എന്താ? അല്ല, പെർമോച്ചൻ എന്ന് പറയുന്നത് പെർമിനൻസ് എന്ന് പറയും. എന്താണ് വളരെ പെർമിനൻസ്? എന്താണ് പെർമിനൻസ് എന്ന് പറയും കേട്ടോ. സ്ഥിരത അല്ലെങ്കിൽ പെർമിനൻസ്. ഓക്കെ, എന്താണ് സ്ഥിരത അല്ലെങ്കിൽ പെർമിനൻസ്? ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ് പെർമിനൻസ്? ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ എന്തുണ്ടാവും? സേവന കാലാവധി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ എല്ലാവരും സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാൻ പറ്റും. 60 വയസ്സ് വരെ. അപ്പോൾ അതാണ് സ്ഥിരത. 60 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ? ഒരു ഉദ്യോഗസ്ഥ ഒരു സേവന കാലാവധി നിങ്ങൾക്ക് ഉണ്ടാവും 60 വയസ്സ് വരെ. അതാണ് സ്ഥിരത. ഓക്കെ, അടുത്ത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥ തിരഞ്ഞെടുക്കപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മളെ LD ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ളൊരു പോസ്റ്റാണ് അല്ലേ? അതുപോലെ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊരു പോസ്റ്റാണ്. അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുപോലെ യോഗ്യത അടിസ്ഥാനമാക്കി, വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഇവരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത രാഷ്ട്രീയ നിഷ്പക്ഷത എന്ന് വെച്ചാൽ എന്താണ്? അതായത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമ്മൾ എന്ത് പുലർത്താൻ പാടില്ല? കൂറ് പുലർത്താൻ പാടില്ല, അല്ലെങ്കിൽ താല്പര്യം കാണിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അപ്പോൾ രാഷ്ട്രീയ നിഷ്പക്ഷത ഇവരുടെ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ എന്താണ്? സവിശേഷതയാണ്. അടുത്ത വൈദഗ്ധ്യം. എന്താണ് വൈദഗ്ധ്യം? ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. മനസ്സിലായില്ലേ? അത് പലപ്പോഴും നടക്കാറില്ല, എന്നാലും അത് വേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ എന്തുള്ളായിരിക്കണം? വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഇപ്പോൾ പോലീസൊക്കെ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരങ്ങനെ ആക്കും. ഫിസിക്കലിയും മെൻ്റലിയും അതുപോലെ നമ്മുടെ ബുദ്ധി, നമ്മളെന്താ പറയും? മെൻ്റലി ഫിസിക്കലി. ഇപ്പോൾ ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നല്ല ഫിറ്റായ ശരീരം വേണം. മെൻ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റായ മൈൻഡും വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ജോലി അങ്ങനത്തെ ജോലിയാണ്. മനസ്സിലായില്ലേ? പിന്നെ ബുദ്ധി പ്രയോഗിക്കണം.
ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് അതൊക്കെ വേണ്ടി വരും, മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കള്ളൻ ഒരാളുടെ ബാഗ് തട്ടിപ്പിടിച്ചുകൊണ്ട് ഓടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ അയ്യോ നാട്ടുകാരെ ഓടി പറഞ്ഞേ കള്ളൻ എന്ന് വിളിക്കുമോ? ഒരു പോലീസുകാരനാണ് എന്ത് ചെയ്യും? ബാക്ക് ഓടണം, ഓടിച്ച് അയാളെ പിടിക്കുക, അയാളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അയാളെ, മനസ്സിലായില്ലേ? അതാണ് എന്ത് നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നാട്ടുകാരെ ഓടി പറഞ്ഞേ കള്ളേ പോലീസിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം, 100 വിളിക്കണം അല്ലേടാ? എടാ അതാണ് ഒരു പോലീസുകാരൻ ചെയ്യേണ്ടത്. എന്താണ്? അപ്പോൾ അയാളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ? ആദ്യം ചെയ്യേണ്ടതാണ് അല്ലേ? ഓക്കെ, അതാണ് പറയുന്നത് വൈദഗ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം, മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. പിള്ളേരെ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേരാണ് ഉദ്യോഗസ്ഥ വൃന്ദം. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്ന ആരാ? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് ആരാ? വിൻസെന്റ് ഡി ഗവർണി. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷതകൾ: 1 ശ്രേണീപരമായ സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, 4 രാഷ്ട്രീയ നിഷ്പക്ഷത, 5 വൈദഗ്ധ്യം. ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാമല്ലോ? ഓക്കെ, പറയിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് പോസിറ്റേ ചോദിക്കട്ടെ. ഓക്കെ, ഇവിടെ പഠിക്കാൻ പറയുമ്പോൾ ഇവിടെ 3 പേരുടെ വാച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടിരുന്നു. ഓക്കെ, ഇവനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് കേട്ടോ. പറയടാ, എന്തിനാ ഉദ്യോഗസ്ഥർ എന്തോന്ന്? ഭരണകാര്യം നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, ഇവരെന്തിനെയാണ് ചലനാത്മകമാക്കണത്? ഭരണ സംവിധാനത്തേടാ പൊതുഭരണ ശൃംഖലയെ. ഓക്കെ, എടാ ഈ ഉദ്യോഗസ്ഥ ഭരണത്തെ അല്ലെങ്കിൽ ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന പദം ഗവർണി, വിൻസെന്റ് ഡി ഗവർണി. ഓക്കെ, അവിടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൊതുവായ സവിശേഷതകൾ 5 പറഞ്ഞേ. ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, യോഗ്യതാടിസ്ഥാനമാക്കിയുള്ള നിയമനം, നിഷ്പക്ഷത, വൈദഗ്ധ്യം. സുമിനെ, എന്താണ് ശ്രേണീപരമായ സംഘാടനം? ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റവും മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ താഴെ വരുന്നവരും ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടി വരുന്നതും ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സ്ഥിരത? എന്താ? ജോലി സ്ഥിരത എന്ന് വെച്ചാൽ എങ്ങനെ? ഒരു നിശ്ചിത പ്രായപരിധി വരെ ഇയാൾക്ക് സേവനകാലം ഉണ്ടാവും. ഓക്കെ, അവിടെ അപർണ, എന്താണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം? ഓക്കെ, എന്താണ് അർച്ചന രാഷ്ട്രീയ നിഷ്പക്ഷത? കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അവിടെ വൈദഗ്ധ്യം എന്താ? വൈദഗ്ധ്യം ഉണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പിള്ളേരെ ഇനി അടുത്ത് കുറച്ച് കറണ്ട് അഫയേഴ്സ് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, ശരി. സുവിനെ പോസിറ്റീവ് എടാ, നമ്മൾ ഇന്നലെ പഠിച്ച പേര് എടാ. ഈ സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് കേട്ടോ. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. മനസ്സിലായി? അതായത് എല്ലാ വകുപ്പുകളിലും ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? ഇലക്ട്രിക് വാഹനമാണ്. അങ്ങനത്തെ ആദ്യ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം: അജ്ഞാത മൃതദേഹങ്ങൾക്കായി DNA ഡേറ്റാബേസ് വികസിപ്പിച്ചെടുക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമല്ല. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ അജ്ഞാത മൃതദേഹം, അതായത് ഏറ്റെടുക്കുന്ന ആൾക്കാരില്ലാത്ത ഒരുപാട് മൃതദേഹങ്ങൾ ദിവസവും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനം എന്ത് ചെയ്തു? അവരെ ദയിപ്പിക്കുക മാത്രമല്ല, അവരുടെ DNA എടുത്ത് സൂക്ഷിക്കാൻ, DNA ഡേറ്റാബേസ് എടുത്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചു. അത് ഏത് സംസ്ഥാനം എന്നാണ് ചോദ്യം. ഞാൻ വേറെ ചോദ്യം തരാം, റിഫ്ലക്ഷൻ വഴി പിടിച്ചു വേണം. ഓക്കെ, മണികരൻ താപനിലയും ആ സംസ്ഥാനത്താണ്. ഹിമാചൽ പ്രദേശ്. ആരാണ് പറഞ്ഞത് മണികരൻ ആദ്യം? ഷമീം. ഓക്കെ, ഹിമാചൽ പ്രദേശാണ് കേട്ടോ. അപ്പോൾ അജ്ഞാത മൃതദേഹങ്ങൾക്കായി അജ്ഞാത മൃതദേഹങ്ങൾക്കായി DNA ഡേറ്റാബേസ് വികസിപ്പിച്ചെടുക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? ഹിമാചൽ പ്രദേശ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത്: കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം ഏത്?
ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. ഓക്കെ. അപ്പോൾ കാർഷിക മേഖലയിൽ വ്യാപകം ഉപയോഗിക്കുന്ന പറയടേ ചോദ്യം പറയടേ കാർഷിക മേഖലയിൽ വ്യാപകം ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ഏത് രൂപം? ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. പറ. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യമാണ് ഏത്? ഇന്ത്യ. ഏതാണ് പിള്ളേരെ? ഇന്ത്യ. ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ശരി. അടുത്ത 3 ചോദ്യം ക്ലിയർ സെറ്റ് ആയല്ലോ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലയിൽ വരുന്നത് എവിടെ? വൾച്ചർ എന്ന് വെച്ചാൽ അറിയാമോ? കഴുകൻ. വൾച്ചർ കഴുകനാണ്. മഹാരാഷ്ട്രയല്ല, ലഡാക്കല്ല, സംസ്ഥാനം തന്നെയാണ്. ഉത്തരാഖണ്ഡല്ല, പഞ്ചാബല്ല, യു പി ഉത്തർപ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലയിൽ വരുന്ന എവിടെയാണ് പിള്ളേരെ? UP ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മഹാരാജാഗഞ്ചിലാണ് നിലവിൽ വരുന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മഹാരാജാഗഞ്ചിലാണ് എന്ത് നിലയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ പേരാണ് ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിങ്. എന്താണ്? ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിങ്. ജഡായു ആണെന്ന് അറിയത്തില്ലേ? ആരാ ജഡായു? രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തടയാൻ ശ്രമിച്ച പക്ഷിയാണേത്? ജഡായു. ആ ജഡായുവിൻ്റെ ചിറകരിഞ്ഞിട്ടാണ് ആര് രക്ഷപ്പെടുന്നത്? രാവണൻ രക്ഷപ്പെടുന്നത് അല്ലേ? ഓക്കെ, ആ ജഡായുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ശില്പം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം എവിടെയുണ്ട്? നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുണ്ട് കേട്ടോ. അതാണ് ജഡായു ശില്പം. അത് നിർമ്മിച്ച വ്യക്തിയാണെന്ന് അറിയാവോ? ശില്പി രാജീവ് അഞ്ചലാണ്. ആരാണ്? രാജീവ് അഞ്ചലാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ജഡായു പാർക്ക് അല്ലെങ്കിൽ ജഡായു പക്ഷി പ്രതിമ എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. ശില്പിയാണ് ആര്? രാജീവ് അഞ്ചൽ. ആരാണ്? രാജീവ് അഞ്ചൽ. ഓക്കെ, ക്ലിയർ ആണ്. അവിടെ പോയിട്ടുണ്ടോ? നമ്മൾ പകുതിയിൽ പോയിട്ട് തിരിച്ചു വന്നല്ലേ? അതെന്തിനായിരുന്നു? ഇപ്പോഴൊന്നുമില്ല, പണ്ട് 2018 കണ്ട. 17 ആ സമയത്ത് കണ്ടാണ്. ഓക്കെ, ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പറയട്ടെ, ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം എവിടെയാ? ഉത്തർപ്രദേശ്. എവിടെയാണ്? ഉത്തർപ്രദേശിൽ എവിടാ? ഉത്തർപ്രദേശിലെ മഹാരാജാഗഞ്ച്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മഹാരാജാഗഞ്ച്. ഓക്കെ, അവിടെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. എടാ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഇന്ത്യയുടെ 2022-23 വർഷത്തെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ഏതാണ്? കേരളം. ഏതാണ്? കേരളം കേട്ടോ. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2022-23 വർഷത്തെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ആരാ? ആരടാ? കേരളം. ആരാണ്? കേരളം. ഓക്കെ, ശരി. ഇപ്പോൾ എത്രാമത്തെ ഭക്ഷ്യസുരക്ഷാ സൂചിക തൊട്ടല്ലേ? എത്രയാണ് പിള്ളേരെ? 5ാമത്തെയാണ്. ഇതിൽ ആദ്യമായിട്ടാണ് കേരളം ഒന്നാമതെത്തുന്നത്. എന്ത് ചെയ്യുന്നത്? ഒന്നാമതെത്തുന്നത്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയാണെന്നറിയാവോ? ചെറുതേതാ? ഗോവ. ഏതാണ് പിള്ളേരെ? ഗോവ. ചെറിയ സംസ്ഥാന പട്ടികയിൽ 1ാം സ്ഥാനം ഏതാണ്? ഗോവ. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ലക്ഷദ്വീപല്ല, പുതുച്ചേരി അല്ല, ലഡാക്ക് അല്ല, ഡൽഹി അല്ല. യോമ്പ തൊട്ടിട്ട് വന്നു അതില്. ജമ്മു കാശ്മീർ. ലഡാക്കിന്റെ അടുത്തല്ലേ ജമ്മു കാശ്മീർ. ലഡാക്കിൽ എത്തിയപ്പോൾ അടുത്ത് ഞാൻ വിളിച്ചവൻ തൊടു. ഇപ്പം പോയായിരുന്നു. ഓക്കെ, അപ്പം പിള്ളേർ മനസ്സിലായല്ലോ. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2022-23 വർഷത്തെ മേജർ സംസ്ഥാനം ഏതാ? വലിയ സംസ്ഥാനങ്ങളിൽ കേരളം, ചെറിയ സംസ്ഥാനങ്ങളിൽ ഗോവ, കേന്ദ്ര പ്രദേശങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീർ. കേരളം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പിള്ളേരെ? 1ാം സ്ഥാനത്ത്. എത്രാമത്തെ സൂചികയാണ്? ഭക്ഷ്യസുരക്ഷ 5ാമത്തെ സൂചികയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം അല്ല, ആന്ധ്രാപ്രദേശ് അല്ല. ആ പാലത്തിന്റെ പേരാണ് അഞ്ചിഗഡ് പാലം. എന്താണ്? അഞ്ചിഗഡ് പാലം. എന്താണ്? അഞ്ചിഗഡ് പാലം കേട്ടോ. അഞ്ചിഗഡ് പാലം കേട്ടോ. നമ്മുടെ ശ്രീനഗറിലാണ്. അത് ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ റിങ്ങിന്റെ ഭാഗമാണ് പാലം കേട്ടോ. ശ്രീനഗറിലാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലത്തിന്റെ പേര് പറയടാ. അഞ്ചിഗഡ് പാലം. ഏതാണ്? അഞ്ചിഗഡ് പാലം എവിടെയാണ് ഉള്ളത് കേട്ടോ? ശ്രീനഗറിലാണ്. എവിടെയാണ്? ശ്രീനഗർ കേട്ടോ. ശ്രീനഗർ എവിടെയാടാ? ശ്രീനഗർ ജമ്മു. ഈ കേബിൾ സ്റ്റേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അത് കേബിളിൽ കെട്ടി നിർത്തിയിരിക്കണ റെയിൽ പാലം. 2 തൂണിങ്ങനെ നിൽക്കും. മനസ്സിലായി? 2 തൂണി നിന്നിട്ട് അതിൻ്റെ കുറേ കേബിൾ അങ്ങോട്ട്
ഒരേ കേബിൾ ഇങ്ങോട്ട്, ഒരേ കേബിൾ അങ്ങോട്ട്, ഒരേ കേബിൾ ഇങ്ങോട്ട്, അതിലെന്തെങ്കിലും ഒരു പാലം നിൽക്കും കേട്ടോ. അതാണ് കേബിൾ സ്റ്റേ പാലം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലകത്ത് കേബിൾ സ്റ്റേ റെയിൽ പാലം പാലത്തിൻ്റെ പേര് പറയാൻ വളരെ അഞ്ചീഗഡ് പാലം. ഏതാണ്? അഞ്ചീഗഡ് പാലം. ഓക്കെ. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരം ഏതാ? വാരണാസി. ഏതാണ് വളരെ വാരണാസി കേട്ടോ. അപ്പോൾ റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരമാണ് ഏത്? വാരണാസി. ഓക്കെ. റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരമാണ് ഏത്? വാരണാസി. ഓക്കെ. എങ്ങനെ ഓർത്തിരിക്കടാ? ഞാൻ ഓർത്തിരിക്കുക റോപ്പ് വേ ട്രാൻസ്പോർട്ട് കാണാൻ വരണ ഓർത്തിരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്ത് കാണാൻ വരണം നമ്മൾ ലാസ്റ്റ്? ഓക്കെ. അപ്പൊ റോപ്പ് വേ ട്രാൻസ്പോർട്ട് എവിടെയാണ് ഉള്ളത്? റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരം ഏതാണ്? വാരണാസി. ഏതാണ്? വാരണാസി. അടുത്ത് രാജ്യത്തിലാദ്യമായി കോടതി നടപടികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച് ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി അല്ല, മുംബൈ അല്ല. രാജ്യത്തിലാദ്യമായി കോടതി നടപടികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി 2 സംസ്ഥാനങ്ങൾ കൂടി ഒറ്റ ഹൈക്കോടതിയാണ്. ചണ്ഡീഗഡ് ആകുമ്പോൾ ഏതിൻ്റെയൊക്കെ? പഞ്ചാബ്, ഹരിയാന. അതുപോലെ പഞ്ചാബിന്റെ ഹരിയാന ഹൈക്കോടതി ചണ്ഡീഗഡ് ഹൈക്കോടതിയാണ് എന്ത് ഉപയോഗിച്ചത്? കോടതി നടപടികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതിയാണ് ഏത്? പഞ്ചാബ്, ഹരിയാന. എങ്കിലും പറഞ്ഞേ ഏത് ഹൈക്കോടതിയാണ് ആദ്യമായി വിധികൾ പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയത്? അത് കേരള ഹൈക്കോടതി. വിധികൾ പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയത് ഏത് ഹൈക്കോടതിയാണ്? കേരള ഹൈക്കോടതിയാണ് കേട്ടാ. ഓക്കെ. കടലാശ്രയിത ഹൈക്കോടതി ഏതാ? കടലാശ്രയിത ഹൈക്കോടതിയും ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കോടതി നടപടികൾ യൂട്യൂബിൽ ലൈവ് വിട്ടതാഴാ? മഹാരാഷ്ട്രയല്ല, തമിഴ്നാടും അല്ല, ഉത്തർപ്രദേശല്ല, മധ്യപ്രദേശ്, ഗുജറാത്ത്, അഹമ്മദാബാദ് ഹൈക്കോടതി. ഏതാണ് ഉള്ളത്? അഹമ്മദാബാദ് ഹൈക്കോടതി. അപ്പൊ കോടതി നടപടികൾ യൂട്യൂബ് ലൈവ് വിട്ടത് ഏത് സംസ്ഥാനമാണ്? ഏത് ഹൈക്കോടതിയാണ്? അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ഹൈക്കോടതിയാണ്. അപ്പൊ ഈ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചോദ്യം എന്താടാ? ചാറ്റ് GPT വഴി കോടതി നടപടി പുറത്തുവിട്ടത് ഏത് ഹൈക്കോടതി? പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി. ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി. പിന്നെ നമ്മൾ പറഞ്ഞ ഏതാ? വിധികൾ മാതൃഭാഷയിൽ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയ സംസ്ഥാനം ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ എന്താണ്? കടലാശ്രയിത ഹൈക്കോടതിയും ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. പിന്നെ പറയുന്നത് എന്താണ്? യൂട്യൂബ് വഴി ലൈവ് ടെലികാസ്റ്റ്, കോടതി നടപടികൾ യൂട്യൂബ് വഴി ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന ഹൈക്കോടതിയാണ് അഹമ്മദാബാദ് ഹൈക്കോടതി. അഹമ്മദാബാദ് ഹൈക്കോടതി ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? വളരെ ഗുജറാത്തിന്റെ ഹൈക്കോടതിയാണ് ഏത്? അഹമ്മദാബാദ് ഹൈക്കോടതി. കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ. ഓക്കെ. അപ്പൊ ഇത്ര മനസ്സിലായടാ. അടുത്ത ഇന്ത്യയിലാദ്യ ജീനോം ഡേറ്റാ സെന്റർ നിലയിൽ വന്ന സംസ്ഥാനം ഏതാ? ജീനോം ഡേറ്റാ സെന്റർ. ആ സംസ്ഥാനം തപ്പിയാൽ നമ്മളെ ജീന കിട്ടും. ആ സംസ്ഥാനം തപ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ ജീന കിട്ടും. കേരളം. മണ്ട, നിന്റെ ജീന എവിടെയാടാ? നിന്റെ ജീന കേരളത്തിലല്ലേടാ? പോയി. അപ്പൊ ഇന്ത്യയിൽ ആദ്യ ജീനോം ഡേറ്റാ സെന്റർ എവിടെയാണ് ഉള്ളത്? കേരളത്തിലാണ്. കേരളത്തിൽ നമ്മൾ ജീനോം നടത്തുക. അപ്പൊ ഇന്ത്യയിൽ ആദ്യ ജീനോം ഡേറ്റാ സെന്റർ എവിടെയാണ്? കേരളം. ഓക്കെ. അപ്പൊ പറ, സർക്കാർ വകുപ്പിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. അജ്ഞാത മൃതദേഹങ്ങൾക്കായി DNA ഡേറ്റാബേസ് വികസിപ്പിച്ചെടുക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? ഹിമാചൽ പ്രദേശ്. കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിന്റെ ദ്രാവക രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം? പേരെന്ന് പറയാം. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. പറഞ്ഞോപിൻ. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലയിൽ വരുന്നത് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഏത് കഞ്ചില്? മഹാരാജാ കഞ്ചിലാണ്. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിങ് കേട്ടോ. ജയാഡു അല്ല, ജഡായു. ജയാഡു എന്നല്ല പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞല്ലേ. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിങ്. ഓക്കെ, ശരി. അടുത്ത ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2022-23 വർഷത്തെ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാന പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? കേരളം. ചെറിയ സംസ്ഥാന പട്ടികയിൽ 1ാം സ്ഥാനം ഗോവ. ഓക്കെ. കേന്ദ്ര പ്രദേശങ്ങളുടെ പട്ടികയിൽ ഇത് എത്രാമത്തെ സൂചിക? 5ാമത്തെ. ഇല്ല, കേരളം എത്രാണ് 1ാമത് വരുന്നത്? ആദ്യമായി. ഇന്ത്യയിൽ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമാണ് അഞ്ചീഗഡ് പാലം. എവിടെയാണ് വളരെ? ശ്രീനഗറിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരം വാരണാസിയാണ്. രാജ്യത്തിൽ ആദ്യമായി കോടതി നടപടികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി ചണ്ഡീഗഡാണ്. പേപ്പർ രഹിതം കേരളമാണ്. പേപ്പർ രഹിതം. വിധികൾ പ്രാദേശിക ഭാഷയില് കേരളമാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഏതാ? യൂട്യൂബ് ലൈവ് ടെലികാസ്റ്റ് അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യത്തെ ജീനോം ഡേറ്റാ സെന്റർ നിലവിലുള്ള സംസ്ഥാനം? എനിക്കിത് ചോദിക്കാൻ പോയിനി.
ചോദിക്കാമല്ലോ. ഓക്കെ, തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക. ആടാ അല്ല പോസിറ്റോ. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശിൽ എന്തുണ്ട്? 100% ഇലക്ട്രിക് വാഹനമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. സർക്കാർ ഉദ്യോഗസ്ഥർക്കാ? സർക്കാർ വകുപ്പിന്. വകുപ്പിന്. ഓക്കെ. അജ്ഞാത മൃതദേഹങ്ങൾക്കായി DNA ഡേറ്റാബേസ് വികസിപ്പിച്ചെടുത്ത ആദ്യ സംസ്ഥാനം? ചോദ്യം പറ. അജ്ഞാത മൃതദേഹങ്ങൾക്കായി ആദ്യമായി DNA ഡേറ്റാബേസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സംസ്ഥാനം? ഇവരെല്ലാം ഉത്തരം മാത്രം പഠിച്ചു വയ്ക്കുക. അതാണ് ചോദ്യം തിരിച്ചു പറയാൻ പറഞ്ഞാൽ അറിയത്തില്ല. ഇപ്പം അതിൻ്റെ കാണിച്ചു തരാവേ. ഓക്കെ. ഇന്ത്യ. ചോദ്യം പറ. നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം ഇന്ത്യ. ഓക്കെ. സുബിന, വീണ്ടും ഉത്തർപ്രദേശ്. നാനോ വൾച്ചറാ? ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം. അത് ഉത്തർപ്രദേശിൽ എവിടെയാണ്? മഹാരാജാഗഞ്ച്. അത് എവിടെയാണത്? അല്ല, അതിന്റെ പേരെന്താണ്? ഫീഡിങ് അല്ല, ബ്രീഡിങ്. ഫീഡിങ് എന്ന് പറഞ്ഞാൽ മുലയൂട്ടൊക്കെ എന്നാണ്, മനസ്സിലായി? കഴിയിട്ട് പിടിച്ചിട്ട് ഫീഡ് ചെയ്യാം. ഓക്കെ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2022-23 വർഷത്തെ ഭക്ഷ്യ സുരക്ഷാ സൂചിക പറ. ഏതിൽ ഒന്നാം സ്ഥാനം എത്തിയത് കേരളം? വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളം, ചെറിയ സംസ്ഥാനങ്ങളിൽ ഗോവ, യൂണിയൻ ടെറിട്ടറീസിൽ ജമ്മു കാശ്മീർ. ഓക്കെ. അവിടെ എന്താണ് 5 ഗഡ് പാലം? കേബിൾ റെയിൽ പാലം. കേബിൾ പാലം. കേരള വർഷം കേബിളാ? ഇത്രയും പഠിച്ചിരിക്കുകയായിരുന്നല്ലേ 5 കെട്ട്. ഇവിടെ അച്ഛനെ പറഞ്ഞാണ് കേബിൾ സ്റ്റെയർ പാലം. സ്റ്റെയർ, കേബിൾ വെച്ച് സ്റ്റെയർ കിട്ടും. കൊല്ലുന്ന എന്നെ എറിഞ്ഞു. കേബിൾ സ്റ്റേ റെയിൽ പാലം. ഓക്കെ. ഓ, അതാണ് സ്റ്റെയർ എന്ന് പറഞ്ഞത്. വാ, അവള് പറഞ്ഞത് അറിയാം. സ്റ്റേ റെയിൽ പാലം എന്നാണ് നമ്മൾ കേട്ട. സ്റ്റെയർ. അവള് സ്റ്റെയർ എന്നല്ല ആദ്യം പറഞ്ഞത്. കേബിൾ സ്റ്റേ റെയിൽ പാലം. ഓക്കെ. അടുത്ത് അവിടെ ഈ വാരണാസിയിൽ എന്താണ്? റോപ്പ് റെയിൽവേ. റോപ്പ് വേ ട്രാൻസ്പോർട്ട് വാരണാസി. ഓക്കെ. അവിടെ ആര്യ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. ചോദ്യം പറ. ChatGPT. ഇവിടെ കേരളത്തിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടേ. കേരളത്തിന്റെ ജീനോം ഡാറ്റാ സെന്റർ. ഓക്കെ. ഈ കേരള ഹൈക്കോടതിയിലെ ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ പറഞ്ഞേ. കേരള ഹൈക്കോടതിയിലെ 2 ചോദ്യം. ആദ്യമായി പേപ്പർ രഹിത. പിന്നെ ആദ്യമായി പ്രാദേശിക ഭാഷയിലെ വിധി. യൂട്യൂബ് ചോദ്യം പോലും വേണ്ട. ഓക്കെ. സൂര്യ പോസിറ്റടാ. ശരി, ഇവിടെ റിവിഷനാണ് കേട്ടോ. ഉത്തരങ്ങൾ എഴുതുക. 1ാമത്തെ ചോദ്യം. സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? 2ാമത്തെ ചോദ്യം. സംസ്ഥാന സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? സംസ്ഥാന സർവീസിലേക്ക് ഉദ്യോഗസ്ഥ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം, തീയതി. കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷം, തീയതി. എത്ര വർഷനാടാ? 4ാം ചോദ്യം. ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം. സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേര്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേര്. നാല് വർഷമായില്ലേ? 5 വർഷം. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം.
അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാണ്? റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാണ്? റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാണ്? എഴുതിയല്ലോ. അടുത്ത 8ാമത്തെ ചോദ്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിലുള്ള വർഷം തീയതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിലുള്ള വർഷം തീയതി. ഓക്കെ. 9ാം ചോദ്യം, ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്നതിനായി ആരംഭിച്ച സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? കേരളത്തിലല്ലേ തയ്യാറാക്കുന്നത്? കേരളത്തിൽ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്നതിനായി ആരംഭിച്ച സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? 50 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ഏതാണ്? 50 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഓക്കെ, 10 ഏറാ അതിലൊരു പേപ്പർ ഏറാ. നീയൊക്കെ പാസ് ചെയ്യടാ. പാസ് ചേട്ടാ ശരി. സംസ്ഥാന സർവീസിലേക്ക് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുക്കുന്ന ആരാ? ആ, സംസ്ഥാന PSC. ഓക്കെ, നീ KPSC കിട്ടിയില്ല. എല്ലാ സംസ്ഥാനത്തും KPSC ആണോ? കേരള PSC. സംസ്ഥാന PSC എന്നല്ലേ എഴുതേണ്ടിരുന്നത്? അപ്പോൾ ഉത്തരം തെറ്റല്ലേ? ശരിയല്ലേ ചേട്ടാ? അത് ശരിയാവണം. അത് 2 ഒന്നാവണത്. കേരള PSC പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ലേ വരുന്നുള്ളൂ കേരള PSC. അങ്ങനെയാണ്. ഓക്കെ, സംസ്ഥാന PSC എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, എൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രം ഇപ്പം ശരി തരികയാണ് കേട്ടോ. ഇവനൊക്കെ ആയിരുന്നു വലിച്ചൊരു കളവിലിരുന്ന. നീ KPSC അല്ല, സംസ്ഥാന PSC കേട്ടോ. ഓക്കെ, ഇനി സംസ്ഥാന സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കൽ അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 309. ഓക്കെ, കേരള പബ്ലിക് സർവീസ് ആക്ട് ഏത് വർഷം? 68 സെപ്റ്റംബർ 17. ഓക്കെ, അടുത്ത ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ആൾക്കാരെ പറയുന്ന പേര് സെക്രട്ടറിമാർ. ഓക്കെ, ഇനി നമ്മുടെ സെക്രട്ടറി മാനുവല് 1957. ഇനി റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്ന ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ILDM. ILDM ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏത് വർഷം? 2000 ജനുവരി 1. ഈ ജലാശയങ്ങളുടെ ഭൂപടം ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയറിന്റെ പേരാണ് ജലനേത്ര. ഓക്കെ, അടുത്ത് ലാസ്റ്റ് ചോദ്യം, 50 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ആദ്യ ബാങ്കാണ് ഏത്? യെസ് ബാങ്ക്. കണ്ടോ, എക്സ് ബാങ്ക്. എക്സ് അല്ല, 3X കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ബാക്കി കേട്ടോ. എക്സ് ബാങ്ക് എന്തൊരു പണ്ടരാടാ. എക്സ് ബാങ്ക്. ഓക്കെ, അതാണ് നീ പേപ്പർ ചേട്ടൻ വിളിച്ചല്ലേ? നീ അവന്റെ പേപ്പറിൽ യെസ് ബാങ്ക് ഉണ്ട്. അല്ല, എനിക്ക് ഡൗട്ട് ആയിരുന്നല്ല എക്സ് ബാങ്ക് എന്ന്. നീ എന്തിനാണ് ഉദ്ദേശിച്ചത്? മൈൻഡ് ഫുൾ എക്സ് ആണ് കേട്ടാ. ശരി, ഇങ്ങോട്ട് നോക്കിക്കോ. മാർക്കുകൾ നോക്കട്ടെ. എത്ര നിനക്ക്? മിടുക്കൻ. നിനക്ക് അവിടെ 9. അവിടെ 10. അവിടെ വിജിഷ 10. സുബിൻ എക്സ് തന്നെ. നീ എക്സിന് ILDM കിട്ടിയില്ല. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അവൻ്റെ നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റ, ബൈ. പറ്റും.